ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്റ്റേജ് 1 ചോദ്യപേപ്പറിലെ ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്: ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFCS ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു. അതായത് ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ നമുക്ക് അഞ്ചായി തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഊഷ്മാവിൻ്റെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? അഞ്ചായി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നതാണ് ഒന്നാമത്തെ അന്തരീക്ഷ പാളി. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു, സ്ട്രാറ്റോസ്ഫിയർ. മൂന്നാമത്തെ മിസോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. നാലാമത്തെ തെർമോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു, തെർമോസ്ഫിയർ. അഞ്ചാമത്തെയാണ് എക്സോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, എക്സോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പഠിച്ച് സെറ്റായി പോകാം. ഒരു മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്നതായിരിക്കും. ഓക്കെ, ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യത്തെ അന്തരീക്ഷ പാളി എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC എക്സാമിൽ ചോദിച്ച എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, സംയോജന മേഖല എന്നതാണ്. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംയോജന മേഖല എന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് പഠിച്ചോ, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് ഈ കാണുന്നതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയോട് എന്താണ്? ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമല്ലേ ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ട്രോപ്പോസ്ഫിയർ എത്ര കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി, അതുകൊണ്ട് തന്നെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം. ഓക്കെ, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. അതേപോലെ തന്നെ ഭൗമാന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൽ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളി ഓർത്തു വയ്ക്കുക. സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. മേഘ രൂപീകരണം, അതേപോലെ തന്നെ മഴ, മഞ്ഞ്, അതേപോലെ കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? മേഘരൂപീകരണം, അതേപോലെ തന്നെ എന്താണ്? മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോസ്ഫിയറിലെ ഏകദേശ താപനില 80 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സംയോജന മേഖല എന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്.
അതേപോലെ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നു. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദൈനംദിന കാലാവസ്ഥ വ്യതിയാനങ്ങൾ എല്ലാം നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്തരീക്ഷ പ്രതിഭാസങ്ങളായിട്ടുള്ള മേഘ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ് ഉള്ളത് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ട്രോപ്പോസ്ഫിയർ. സംയോജന മേഖല എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മഴ, മഞ്ഞ്, മേഘരൂപീകരണം, കാറ്റ്, ഇടിമിന്നൽ അങ്ങനെയെല്ലാം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏകദേശം 13 കിലോമീറ്ററാണ് ഈ ഒരു ട്രോപ്പോസ്ഫിയർ വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൻ്റെ. വേണമെങ്കിൽ മക്കളെ 1 മുതൽ 1.5 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കനം എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 1.5 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കനം. ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നതാണ് കേട്ടോ ജെറ്റ് പ്രവാഹങ്ങൾ. ഒരിക്കൽ PSC ചോദിച്ചാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഏകദേശ കനം എത്രയാണെന്ന് ചോദിച്ചാൽ 1 മുതൽ 1.5 കിലോമീറ്റർ വരെയാണ് ഏതിൻ്റെ കനം എന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയറിൻ്റെ കനം എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. ഇനി നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാ? യെസ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ പാളി എന്തിനു വേണ്ടിയിട്ടാണ്? സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗീകരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? ഓസോൺ പാളി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ എങ്ങോട്ടേക്ക്? ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയുടെ പേരാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ഓസോൺ രൂപീകരണമെന്ന്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ഓസോൺ രൂപീകരണമെന്ന്. ഓക്കെ, ഇനി ഓസോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CF ഷോൺബെയിൻ ആണ്. CF ഷോൺബെയിൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CF ഷോൺബെയിൻ ആണ്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂയിസൺ ആണ്. ഹെൻറി ബ്യൂയിസൺ ആൻഡ് ചാൾസ് ഫാബ്രിയാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. മക്കളെ തെറ്റിപ്പോവരുത്. ഓസോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CF ഷോൺബെയിൻ ആണ് ഓസോൺ കണ്ടുപിടിച്ചത്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സൺ ആണ്. GMB ഡോബ്സൺ ആണ് എന്ത്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ചുള്ള വിശദീകരണം ആരാണ് തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്?
GMB ഡോബ്സൺ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗികരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ഓസോൺ രൂപീകരണം. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയിൻ ആണ്. CF ഷോൺബെയിൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ് മക്കളെ? അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് ഫാബ്രിയും അതേപോലെ തന്നെ ആരാണ്? ഹെൻറി ബ്യൂയിസൺ ആണ്. ഹെൻറി ബ്യൂയിസൺ. ഓക്കെ, ഇനി അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ GMB ഡോബ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓസോൺ പാളിയെ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പഠിക്കാം. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് 20 മുതൽ 35 കിലോമീറ്റർ വരെയാണ്. ഓക്കെ, അപ്പോൾ 20 മുതൽ 35 കിലോമീറ്റർ വരെയാണ് ഏത് കാണപ്പെടുന്നത്? നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നത്. എത്ര കിലോമീറ്ററിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മുതൽ 35 കിലോമീറ്റർ വരെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോണിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നിറം ഇളം നീല നിറമാണ്. ഓസോണിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇളം നീല നിറമാണ്. ഓസോണിൻ്റെ തന്മാത്ര വാക്യം എന്താണെന്ന് ചോദിച്ചാൽ തന്മാത്ര വാക്യം എന്താണ് ഓസോണിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ O3 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓസോണിൻ്റെ തന്മാത്ര വാക്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? O3 ആണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങൾ ഓർക്കുക. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? നാക്രിയസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നതാണ് ഡോബ്സൺ യൂണിറ്റ്. എന്താണ്? ഡോബ്സൺ യൂണിറ്റിലാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയിലുണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നതാണ് ഓസോൺ ഹോൾ എന്ന്. ഓസോൺ ഹോൾ അല്ലെങ്കിൽ ഓസോൺ സുഷിരമെന്ന് അറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നതാണ് ഓസോൺ സുഷിരമെന്ന്. ഓസോൺ സുഷിരമാദ്യമായി കണ്ടെത്തിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്ന സ്ഥലമാണ്. അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് അന്തരീക്ഷ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ കണ്ടെത്തിയത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ ഹാലി ബേ എന്ന് പറയുന്ന സ്ഥലത്ത് 1913 ഓർത്തു വയ്ക്കുക. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിംബസ് 7 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഓസോൺ തകരുന്നത് കണ്ടുപിടിക്കാനായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് നിംബസ് 7 എന്ന് പറയുന്നത്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1987 സെപ്റ്റംബർ 16 ഓസോൺ സംരക്ഷണ ഉടമ്പടിയായിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ച വർഷമെന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1987 സെപ്റ്റംബർ 16 എന്നാണ് ലോക ഓസോൺ ദിനം. ഒത്തിരി തവണ ചോദിച്ചാണ് ലോക ഓസോൺ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത്. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണെന്ന് ചോദിച്ചാൽ STEC ആണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതായത് STECയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ
ആഭിമുഖ്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? STEC, തിരുവനന്തപുരത്തുള്ള STECയുടെ ആഭിമുഖ്യത്തിലാണ്, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാ ചോദിച്ചാൽ, ഓസോൺ പുറത്തുവിടുന്ന സസ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ തുളസിയാണ്. ഓർത്തു വയ്ക്കുക, തുളസി. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നെല്ലാണ്. ഓക്കെ, അപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പഠിച്ചു വച്ചോ, നെല്ലാണ്. ഓക്കെ, അപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? നെല്ലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓസോൺ പാളിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ പാർട്ട് 2-ൽ പറഞ്ഞതാണ് ഓസോൺ പാളിയുടെ കാണപ്പെടുന്നത് എത്ര കിലോമീറ്ററിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ ഉയരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മുതൽ 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പോൾ 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഏത് പാളി കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളിയുടെ നിറം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഇളം നീല നിറമാണ്. ഓസോൺ പാളിയുടെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ ഇളം നീല നിറമാണ്. അതേപോലെ തന്നെ ഓസോണിൻ്റെ തന്മാത്ര വാക്യം ചോദിച്ചു കഴിഞ്ഞാൽ O3 ആണ്. ഓസോൺ പാളിയെ നാശത്തിന് കാരണമാക്കുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. അടുത്തത്, അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയിലുണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം അല്ലെങ്കിൽ ഓസോൺ ഹോൾ എന്നാണ്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹാലിബയാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913-ലാണ്. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് CFCS, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ മോണോക്സൈഡ്. ഓസോൺ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് നിംബസ് 7 എന്നുള്ളത്. നിംബസ് 7. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ് അംഗീകരിച്ചത്? 1987 സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ 16 ഓർത്തു വയ്ക്കുക. ഇനി ഓസോൺ ദിനം സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 89 ജൂൺ 1 ഓർത്തുക. ഇനി കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ STEC തിരുവനന്തപുരമാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയാണ് STEC എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ പോയിൻ്റ് ആയിരുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്ത് വിടുന്നത് ഏത് സസ്യമാണെന്ന് ചോദിച്ചാൽ അത് തുളസിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തുളസിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഓസോണിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ഓക്കെ, അപ്പോൾ ക്രമരഹിതമായി എന്ത് ചെയ്യുന്നു? ഉയരം കൂടുന്തോറും ക്രമരഹിതമായി ഊഷ്മാവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. നമ്മൾ കുറച്ച് മുമ്പ് ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് ഉയരം കൂടുമ്പോൾ കുറയുകയാണ്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ എങ്ങനെയാണ്? ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് ക്രമരഹിതമായി എന്ത് ചെയ്യുന്നു? കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നതാണ്
മേഖല. അപ്പോൾ സമതാപ മേഖല. അപ്പോൾ സമതാപ മേഖല ശ്രദ്ധിക്കുക. സമതാപ മേഖല കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ് സമതാപ മേഖല കാണപ്പെടുന്നത്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടങ്ങളാണ് നാക്രിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏത് കാണപ്പെടുന്നത്? നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രോപ്പോപാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രോപ്പോപാസിന് 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ്. വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം. അപ്പോൾ ദേ ഈ കാണുന്നത് കണ്ടില്ലേ, വിമാനം എയറോപ്ലെയിൻ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിന് ഏറ്റവും, അതായത് വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും, ശ്രദ്ധിക്കുക, വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് സ്ട്രാറ്റോസ്ഫിയർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായത് ഏത് പാളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതേപോലെ തന്നെ ഓസോൺ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. അപ്പോൾ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ പോലെ തന്നെയാണ്, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുകയാണ്. ഓക്കെ, മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മിസോസ്ഫിയറിലെ ശരാശരി താപനില എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 85 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിസോസ്ഫിയറിലെ താപനില എന്ന് പറയുന്നത് 85 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിശാദീപങ്ങൾ, നൈറ്റ് ഷൈനിങ് എന്നറിയപ്പെടുന്ന നോക്ടിലുസൻ മേഘങ്ങൾ. ഓക്കെ, അപ്പോൾ നിശാദീപങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസോസ്ഫിയർ ആണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അതായത് നോക്ടിലുസൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മിസോസ്ഫിയർ ആണെന്നുള്ളത് ഓർക്കുക. വേനൽക്കാലത്ത് ധ്രുവപ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത്. വേനൽക്കാലത്ത് ധ്രുവപ്രദേശത്ത്. ഓക്കെ, ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? മിസോസ്ഫിയർ. അപ്പോൾ 50 മുതൽ എത്രയാണ്? 80 കിലോമീറ്റർ വരെയാണ് ഭൂമിയിൽ നിന്ന് ഏത് മിസോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി വ്യാപിച്ചു കിടക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം. അപ്പോൾ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? നമ്മുടെ മിസോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. താപനില -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ മധ്യഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മിസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് മധ്യഭാഗത്ത് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മധ്യഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മിസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഉൽക്കാവർഷ പ്രദേശമാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? നോക്കിയേ, ഉൽക്കകൾ. ഓക്കെ, അപ്പോൾ ഉൽക്കാവർഷ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? മിസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കർഷണത്താൽ കത്തിയെരിയുന്ന പാളി. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽക്കകൾ കത്തിയെരിയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? മിസോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ എന്താണ്? കത്തിച്ചാരമാകാൻ കാരണമെന്ന് പറയുന്നത് കർഷണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു. അപ്പോൾ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുന്ന അന്തരീക്ഷ മണ്ഡലം. ഉയരം കൂടുന്തോറും താപം
കുറയുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഇവിടുത്തെ താപനില എത്രയാണെന്ന് വെച്ചാൽ -85 ഡിഗ്രി സെൽഷ്യസ് ആണ്. -85 ആണ് മിസോസ്ഫിയറിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത്. നിശാദീപങ്ങൾ അല്ലെങ്കിൽ നോക്ടിലുസൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് മിസോസ്ഫിയർ ആണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം 50 to 80 കിലോമീറ്റർ ആണ് ഈ പറയുന്ന മിസോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളത് ഓർക്കുക. താപനില നമ്മൾ പറഞ്ഞു 80 മുതൽ എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ്, -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്ന അന്തരീക്ഷ പാളിയാണ്. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണിത് കാണപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഉൽക്കാവർഷ പ്രദേശം, ഈ കാണുന്നതാണ് ഉൽക്കകൾ. ഓക്കെ, ഉൽക്കകൾ കത്തിയെരിയുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? മിസോസ്ഫിയർ ആണെന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ എന്താണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി? ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കർഷണത്താൽ കത്തിയെരിയുന്ന പാളിയാണ് ഏതെന്ന് പറയുന്നത്? മിസോസ്ഫിയർ. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു പാളിയെക്കുറിച്ച് പഠിക്കാം. അടുത്തതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് മിസോപാസിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? യെസ്, തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 80 മുതൽ 600 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളി. അതായത് ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഇവിടെ എന്താണ്? ഉയരം കൂടുന്തോറും താപനില കൂടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എവിടെയാണ്? തെർമോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെയാണ്? തെർമോസ്ഫിയറിലാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറയുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് അറോറ. ഓക്കെ, അറോറ കാഴ്ചകളുടെ എന്താണ് ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ്. അറോറ കാഴ്ചകളുടെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതെവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അറോറ കാഴ്ചകളുടെ ഈ പറയുന്ന അറോറ കാഴ്ചകൾ കാണുന്നതിൻ്റെ ഉറവിടം സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയർ ആണ്. അപ്പോൾ തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. മിസോപാസിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ്. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കുറവുള്ള അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും എവിടെയാണ്? തെർമോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. നമുക്ക് അടുത്ത പാളി കൂടി പഠിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം അയണോസ്ഫിയർ. അതായത് തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന തെർമോസ്ഫിയർ ഇതിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. അതായത് തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും പഠിക്കുക. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രേഷണം സാധ്യമാകുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയണോസ്ഫിയറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആകെ 3 പോയിൻറ്റ്സ് ആണ് അയണോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒന്ന്, തെർമോസ്ഫിയറിൻ്റെ താഴെയാണ് ഏത് കാണപ്പെടുന്നത്? തെർമോസ്ഫിയറിൻ്റെ താഴെ കാണപ്പെടുന്നതാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. അതേപോലെ തന്നെ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും
അയണോസ്ഫിയർ ആണ്. ഇനി ഏറ്റവും അവസാനത്തെയാണ് നമുക്ക് പഠിക്കാനുള്ള എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് 2 പോയിൻറ്റ്സ് പഠിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് തെർമോസ്ഫിയറിൻ്റെ മുകളിൽ, ഓക്കെ, തെർമോസ്ഫിയറിൻ്റെ മുകളിലാണ് ഏതെന്ന് പറയുന്നത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴെയാണ് ഏതെന്ന് പറയുന്നത്, അയണോസ്ഫിയർ. അപ്പോൾ രണ്ടും മാറിപ്പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിൻ്റെ മുകളിലാണ് എക്സോസ്ഫിയർ കാണപ്പെടുന്നത്. എന്നാൽ തെർമോസ്ഫിയറിൻ്റെ താഴെയാണ് ഏത് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്, എക്സോസ്ഫിയർ. ഏറ്റവും ഉയരത്തിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് ഏതിന് മുകളിലാണ്, അയണോസ്ഫിയറിൻ്റെ മുകളിലാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഏതിൻ്റെ താഴെ, അതായത് തെർമോസ്ഫിയറിൻ്റെ താഴെയാണ് അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അയണോസ്ഫിയറിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം, അതേപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏതാണ്, അയണോസ്ഫിയർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ പോയിൻറ്റ്സും നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ പാളികളായിട്ടുള്ള 5 പാളികൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇത്രയാണ് അന്തരീക്ഷത്തിലെ 5 പാളികൾ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തരംതിരിച്ചു. അതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് അടുത്ത് വരുന്ന ഏതൊരു എക്സാമിനും പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് 2ാമത്തെ സ്റ്റേജുകാർക്ക്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.